2008-ലാണ് നടൻ ഷിജുവും പ്രീതിയും വിവാഹിതരാകുന്നത്. വീട്ടുകാരുടെ എതിർപ്പ് മൂലം രജിസ്റ്റർ മാരേജ് ആയിരുന്നതിനാൽ തന്നെ വലിയ ആഘോഷമൊന്നും ഉണ്ടായിരുന്നില്ല. ഓർമ്മയിൽ സൂക്ഷിച്ചു വയ്ക്കുവാൻ വിവാഹചിത്രമോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. മകളുടെ ജനനശേഷമാണ് ഇക്കാര്യം ഇരുവരും ശ്രദ്ധിച്ചത്. അങ്ങനെ വീണ്ടും വിവാഹിതരായി മകൾക്ക് മുന്നിൽ നിൽക്കുകയായിരുന്നു ഷിജുവും പ്രീതിയും. ഏതാണ്ട് 16 വർഷത്തെ ദാമ്പത്യമായിരുന്നു ഇവരുടേത്. ആ വിവാഹബന്ധം അവസാനിപ്പിച്ച് വേർപിരിഞ്ഞ ഇരുവർക്കു മുന്നിൽ സങ്കടം മറച്ചു നിൽക്കുകയായിരുന്നു 15 വയസ്സുകാരിയായ ഏകമകൾ മുസ്കാൻ. ഷിജു ബിഗ് ബോസിൽ എത്തിയപ്പോഴാണ് മുസ്കാനെയും പ്രീതിയെയും ആരാധകർ ആദ്യമായി കണ്ടതും പിന്നീട് മകളുടെയും പ്രീതിയുടെയും വിശേഷങ്ങളെല്ലാം ഷിജു സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചു തുടങ്ങിയതും. എന്നാൽ ഇപ്പോൾ മാതാപിതാക്കൾ വേർപിരിഞ്ഞപ്പോൾ ഏതൊരു കുഞ്ഞുങ്ങളെയും പോലെ ഹൃദയം തകർന്നാണ് മുസ്കാനും പ്രതികരിച്ചത്. 18 വയസ്സാകും വരെ അമ്മയ്ക്കൊപ്പമാണിനി മുസ്കാൻ വളരുക. അതിനിടെ അച്ഛനെ കാണാനും സമയം ചെലവഴിക്കാനുമെല്ലാം കഴിയും. ഞങ്ങൾ പരസ്പര ബഹുമാനത്തോടെ വേർപിരിയാൻ തീരുമാനിച്ചു. പക്ഷേ നല്ല സുഹൃത്തുക്കളായി ഞങ്ങൾ പരസ്പര ബഹുമാനത്തോടെ മുന്നോട്ടു പോകും. പക്വതയോടെയും മനസ്സിലാക്കലോടെയും പരസ്പര സമ്മതത്തോടെയുമാണ് ഞങ്ങൾ ഈ തീരുമാനമെടുത്തത്. ഞങ്ങളുടെ സ്വകാര്യതയെ മാനിക്കുവാനും ഊഹാപോഹങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കാനും മാധ്യമങ്ങളോടും സുഹൃത്തുക്കളോടും അഭ്യുദയകാംക്ഷികളോടും ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നു. ഞങ്ങളുടെ വ്യക്തിഗത പാതകളിൽ ഞങ്ങൾ മുന്നോട്ടു പോകുമ്പോൾ നിങ്ങളത് മനസ്സിലാക്കുന്നതിനും പിന്തുണയ്ക്കുന്നതിനും നന്ദി എന്നാണ് ഷിജു കുറിച്ചത്. പ്രണയവിവാഹമായിരുന്നു ഷിജുവിൻ്റെയും പ്രീതിയുടെയും. കുവൈറ്റിൽ വളർന്ന പ്രീതിയുടേത് ക്രിസ്ത്യാനി കുടുംബമായിരുന്നു. അച്ഛനും അമ്മയും അനുജത്തിയും അടങ്ങുന്ന കുടുംബം. 12ാം ക്ലാസ്സിൽ പഠിക്കവേ ഇഷ്ടമാണ് 100 വട്ടം എന്ന സിനിമയിലൂടെയാണ് പ്രീതി ആദ്യമായി ഷിജുവിനെ കാണുന്നത്. അന്ന് നായകനോട് പ്രീതിക്ക് തോന്നിയ ആരാധനയാണ് പിന്നീട് വർഷങ്ങൾക്കിപ്പുറം പ്രണയമായി മാറിയതും. പഠനമെല്ലാം കഴിഞ്ഞ് കുവൈറ്റ് എയർവേസിൽ എയർ ഹോസ്റ്റസായി ജോലി ചെയ്യവേ ചെന്നൈ വിമാനത്താവളത്തിൽ വെച്ചാണ് പ്രീതി ഷിജുവിനെ ആദ്യമായി നേരിൽ കാണുന്നതും ഫോൺ നമ്പറുകൾ കൈമാറുന്നതും. തൊട്ടടുത്ത ദിവസം ഷിജു പ്രീതിയെ വിളിച്ച് ഇഷ്ടമാണെന്നും പറഞ്ഞു. പിന്നാലെ ഒരാഴ്ചയ്ക്ക് ശേഷം വിവാഹാഭ്യർത്ഥനയും എത്തി. അച്ഛൻ മരിച്ച് അതിൻ്റെ വേദനയിൽ പ്രീതി നിൽക്കുന്ന സമയം കൂടിയായിരുന്നു അത്. ഷിജുവിൻ്റെ സാന്നിധ്യം വലിയ ആശ്വാസമായ വേളയിലാണ് വിവാഹത്തിന് സമ്മതം മൂളിയത്. എന്നാൽ ഷിജുവും പ്രീതിയും 2 മതക്കാരായതിനാൽ തന്നെ ഈ വിവാഹബന്ധം വേണോ എന്ന് ആലോചിക്കണമെന്ന് പ്രീതിയുടെ അനുജത്തി പ്രിയ പറയുകയും ചെയ്തു. എന്നാൽ വിവാഹത്തിന് പ്രീതിയുടെ അമ്മ എതിരായിരുന്നു. മതവും ബന്ധുക്കളും പ്രശ്നമായപ്പോൾ രജിസ്റ്റർ വിവാഹത്തിലേക്ക് എത്തുകയായിരുന്നു ഷിജുവും പ്രീതിയും. 2008-ലായിരുന്നു രജിസ്റ്റർ വിവാഹം. പിന്നീട് മകൾ മുസ്കാൻ ജനിച്ച ശേഷം മകളുടെ സാന്നിധ്യത്തിൽ മതപരമായ ചടങ്ങുകളോടെ വീണ്ടും വിവാഹിതരായതും വലിയ വാർത്തയായി മാറിയിരുന്നു. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.